ഒരു ധനികനായ മനുഷ്യൻ ദൈവത്തോട് നിരന്തരം ഒരേ പ്രാർത്ഥന പ്രാർത്ഥിക്കും. അദ്ദേഹം പ്രാർത്ഥിക്കുന്നത് ഇങ്ങനെയായിരുന്നു: ദൈവമേ, ഒരിക്കൽ എൻ്റെ അപേക്ഷ കേൾക്കണം. ഒരിക്കൽ മാത്രം. ഈ ജീവിതത്തിൽ ഇനി വേറെ ഒന്നും ചോദിക്കില്ല. എനിക്ക് നന്നായി അറിയാം, ഞാനൊരു സന്തോഷവും അനുഭവിക്കാത്ത വ്യക്തിയാണ്. ഞാനാണ് ഈ ലോകത്തിലെ ഏറ്റവും ദുഃഖിതനായ മനുഷ്യൻ. എന്തുകൊണ്ടാണ് എനിക്ക് മാത്രം ഇങ്ങനെ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നത്? അതിനാൽ എൻ്റെ പ്രശ്നങ്ങൾ മറ്റൊരാളുമായി വെച്ചു മാറാൻ ഞാൻ തയ്യാറാണ്. ആരെങ്കിലും തയ്യാറാകുമോ? ഈ ഒരു കാര്യം മാത്രം അങ്ങ് എനിക്ക് തന്നാൽ മാത്രം മതി, ഒരിക്കലെങ്കിലും. ഇതത്ര വലിയ കാര്യമല്ലല്ലോ. അങ്ങനെ ഒരു ദിവസം ആ മനുഷ്യൻ്റെ സ്വപ്നത്തിൽ ദൈവം പ്രത്യക്ഷപ്പെട്ടു. തുടർന്ന് ദൈവം പറഞ്ഞു: നിന്റെ എല്ലാ പ്രശ്നങ്ങളും ഒരു ബാഗിൽ നിറച്ച് അതുകൊണ്ട് ദേവാലയത്തിൻ്റെ മുന്നിൽ വെക്കുക. ഇതുപോലെ പ്രാർത്ഥിച്ച ധാരാളം ആൾക്കാരോട് ദൈവം ഇങ്ങനെ ചെയ്യാൻ ആവശ്യപ്പെട്ടു. അവർ എല്ലാവരും അവരുടെ പ്രശ്നങ്ങൾ ബാഗിനുള്ളിൽ നിറച്ച് ദേവാലയത്തിലേക്ക് പോയി. ഈ മനുഷ്യനും തൻ്റെ പ്രശ്നങ്ങൾ ഒരു ബാഗിലാക്കി വേഗം നടന്നു. തൻ്റെ ജീവിതത്തിൽ എന്തോ നല്ലത് സംഭവിക്കാൻ പോകുന്നു എന്ന് കരുതി സന്തോഷത്തോടെ ദേവാലയത്തിലേക്ക് പോയി. അദ്ദേഹം ഇങ്ങനെ തൻ്റെ ബാഗുമായി പാഞ്ഞു പോകുമ്പോൾ ഒരുപാട് ആൾക്കാർ ഇതുപോലെ പാഞ്ഞു പോകുന്നത് കണ്ടു. അങ്ങനെ അദ്ദേഹം ദേവാലയത്തിലേക്ക് പ്രവേശിച്ചു. അപ്പോൾ അദ്ദേഹം വളരെ ഭയപ്പെട്ടു. കാരണം അവിടെ മറ്റുള്ളവർ കൊണ്ടുവന്ന ബാഗുകൾ തൻ്റെ കയ്യിൽ ഉള്ളതിനേക്കാൾ വലിയ ബാഗുകളായിരുന്നു. അവിടെ കണ്ട ആളുകളെല്ലാം നേരത്തെ അദ്ദേഹത്തിന് പരിചയമുള്ളതും അതുപോലെ അവരെല്ലാവരും പുഞ്ചിരിച്ചും വലിയ വില കൂടിയ വസ്ത്രങ്ങൾ ഒക്കെ ഇട്ട് പരസ്പരം നല്ല കാര്യങ്ങൾ പറഞ്ഞിരുന്ന ആളുകളുമായിരുന്നു. അതേ ആൾക്കാരാണ് ഇപ്പോൾ വലിയ ബാഗുമായി വന്നിരിക്കുന്നത്. അദ്ദേഹം ഒന്ന് ചിന്തിച്ചു, ഇനി അകത്തേക്ക് പോകണോ വേണ്ടയോ? എന്നാലും ഇത്രനാൾ പ്രാർത്ഥിച്ച ഒരു കാര്യമല്ലേ, അതിനാൽ എന്താണ് നടക്കാൻ പോകുന്നതെന്ന് നോക്കാം. അദ്ദേഹം അകത്തേക്ക് പ്രവേശിച്ചു. അങ്ങനെ എല്ലാവരും ദേവാലയത്തിനുള്ളിൽ പ്രവേശിച്ചു. അപ്പോൾ ഒരു അശരീരി ഉണ്ടായി. നിങ്ങളുടെ എല്ലാവരുടെയും ബാഗുകൾ ഇവിടെ വയ്ക്കുക. അവർ എല്ലാവരും അവരുടെ പ്രശ്നങ്ങൾ നിറഞ്ഞ ബാഗുകൾ അവിടെ വെച്ചു. അപ്പോൾ വീണ്ടും ഒരു അശരീരി കേട്ടു. ഇനി നിങ്ങൾക്ക് അവിടെ കാണുന്ന ഇഷ്ടമുള്ള ബാഗുകൾ തിരഞ്ഞെടുക്കാം. എന്നാൽ അവിടെ വലിയൊരു അത്ഭുതം നടന്നു. എല്ലാവരും അവരുടെ സ്വന്തം ബാഗുകൾ തന്നെ തിരഞ്ഞെടുത്ത് വേഗം തന്നെ അവിടെ നിന്ന് പാഞ്ഞു. അങ്ങനെ ഈ മനുഷ്യനും പാഞ്ഞു ചെന്ന് തൻ്റെ ബാഗ് എടുത്തു. വല്ലവരും തൻ്റെ ബാഗ് എടുത്താൽ അതിനേക്കാൾ വലിയ ബാഗ് എടുക്കേണ്ടി വരും. പക്ഷേ എല്ലാവരും അവരുടെ സ്വന്തം ബാഗ് തന്നെ തിരഞ്ഞെടുത്തതുകൊണ്ട് അദ്ദേഹത്തിന് ആശ്വാസമായി. തുടർന്ന് എല്ലാവരും അവരുടെ വീടുകളിലേക്ക് പോയി. വീട്ടിൽ ചെന്ന് അദ്ദേഹം ആലോചിച്ചു, ഇത്രനാൾ താൻ പ്രാർത്ഥിച്ചത് തൻ്റെ പ്രശ്നങ്ങൾ മറ്റുള്ളവർക്ക് കൊടുത്താൽ തനിക്ക് സന്തോഷം ലഭിക്കും എന്നായിരുന്നു. എന്നാൽ മറ്റുള്ളവരുടെ ബാഗിൽ എന്താണെന്ന് അറിയാതെയാണ്. എല്ലാവരും ഇങ്ങനെയാണ്. സ്വന്തം പ്രശ്നങ്ങൾ വരുമ്പോൾ അതാണ് ഏറ്റവും വലിയ പ്രശ്നമെന്ന് വിചാരിക്കും. എന്നാൽ അതിലും എത്രയോ വലിയ പ്രശ്നങ്ങൾ നേരിടുന്നവരായിരിക്കും മറ്റുള്ളവർ. അതുമായി താരതമ്യം ചെയ്യുമ്പോൾ ഒരു പക്ഷേ നമ്മുടെ പ്രശ്നം ചെറുതായിരിക്കും. അതിനാൽ പ്രശ്നങ്ങൾ ജീവിതത്തിൽ വരുമ്പോൾ അത് പരിഹരിച്ച് മുന്നോട്ട് പോകുകയാണ് വേണ്ടത്. അപ്പോഴാണ് അതിന് യഥാർത്ഥ പരിഹാരമുണ്ടാകുന്നതും സന്തോഷം ലഭിക്കുന്നതും.